പത്തനംതിട്ടയിലെ അവസ്ഥ, പ്രത്യേകിച്ച് റാന്നിയിലൊക്കെ ഉണ്ടായ വെള്ളക്കെട്ടുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ റാന്നിയുടെ ഇന്നത്തെ സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റാന്നി നഗരത്തിൽ നിന്നും വെള്ളം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. പമ്പയാറ്റിൽ ജലനിരപ്പ് കുറയുന്നുണ്ട് എങ്കിലും വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നു എന്നുള്ളതും ഒരു പ്രശ്നമായിട്ടുണ്ട്. റാന്നിയിലെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് പ്രശ്നം. വെള്ളം ഇറങ്ങി കഴിയുകയാണെങ്കിൽ അടുത്ത പ്രശ്നം മനുഷ്യനെ സംബന്ധിച്ച് ഈ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്നതും കടയിലേക്കൊക്കെ വെള്ളം കയറുമ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഇനി പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, കഴിഞ്ഞ ദിവസം ഈ വെള്ളക്കെട്ട് അതിന്റെ ആശങ്കയൊക്കെ നമ്മൾ പങ്കുവെക്കുകയാണെങ്കിൽ ഇന്ന് അവിടെയുള്ള ഓരോരുത്തർക്കും വെള്ളം ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ദുരിതങ്ങളെ കുറിച്ചായിരിക്കും പ്രധാനമായിട്ടും പറയാനുള്ളത്. അത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലുള്ള അവസ്ഥയാണ്. ഇനി ഇതെല്ലാം മാറി മറിഞ്ഞെടുക്കാൻ പഴയതുപോലെ ആയി കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ മാറാനും കുറേ സമയം വേണ്ടിവരും. കാലാവസ്ഥയുമായിട്ടുള്ള മറ്ററിയിപ്പുകൾ കൂടി എങ്ങനെയാണ്? ഇനി കിഴക്കൻ വെള്ളത്തിന്റെ ഒരു വരവൊക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അതിന്റെ ക്രമീകരണം ഒക്കെ ബാക്കിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ജില്ലയിലെ മൊത്തത്തിലുള്ള അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? പൂജ ഈ ലൈവിന് മുമ്പ്, അതായത് എന്നിലേക്ക് വരുന്നതിന് മുമ്പ് സൂചിപ്പിച്ച കാര്യം പോലെ തന്നെ പ്രേക്ഷകൻ പറയുന്നു മഴ പെയ്താലും പ്രശ്നം, മഴ പെയ്തില്ലെങ്കിലും പ്രശ്നമെന്ന്. ശരിക്കും അങ്ങനെയല്ല. മഴ പെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, മുൻ ലൈവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ മഴ പെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അത് കഴിയുന്നു, 24 മണിക്കൂറിനുള്ളിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെള്ളം പോയി. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും ഗുരുതരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു ഗ്യാരേജിന് മുന്നിലാണ്. ഈ ഗ്യാരേജിൽ കഴിഞ്ഞ ദിവസം നന്നാക്കാൻ കൊണ്ടുവന്ന വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് തന്നെ അവരുടെ വീടുമുണ്ട്. ചേട്ടാ, അപ്പോൾ ഈ വണ്ടികളിൽ ഒരു 2-3 വണ്ടി ഇവർക്ക് എടുത്ത് മാറ്റാൻ പറ്റിയില്ല. ആ വണ്ടികളെല്ലാം വെള്ളം കയറി, വണ്ടികൾക്ക് മുകളിലായിരുന്നു. ഈ വീടിൻ്റെ ഒന്നാമത്തെ നില മൊത്തം പൂർണ്ണമായിട്ട് മുങ്ങി നിൽക്കുമായിരുന്നു. അപ്പം അറിയാലോ വണ്ടി എങ്ങനെയായിരിക്കും മുങ്ങി നിന്നിട്ടുണ്ടാവുക എന്ന്. അത്തരം ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഇവിടെ എന്നുള്ളത്. ഇപ്പോൾ ഈ ചേട്ടൻ ഇന്നലെ നമ്മളോട് സംസാരിച്ചു. ചേട്ടാ, ഗ്യാരേജിൻ്റെ അവസ്ഥ എങ്ങനെയാ? മൊത്തം വെള്ളം കയറി ആ വേസ്റ്റ് വല്ലതും മാലിന്യം കുമ്പാരെ കൂടി കിടക്കും. വേസ്റ്റുകളെ നാശനഷ്ടങ്ങളല്ലേ? നമ്മുടെ തന്നെ വീടല്ലേ? വീട് നമ്മളല്ലേ, വീടെല്ലാം കംപ്ലീറ്റ് പോയി കിടക്കും. ഇന്നലെ ഒരു നിലയോളം ഇപ്പോൾ വെള്ളമായിരുന്നു. ഒരു നിലയോളം വെള്ളം പോയി കിടക്കുമായിരുന്നു. അപ്പോൾ അതിനോട് ആഫ്രിക്കൻ ഒച്ചും കുറേ ഫോറസ്റ്റിന്റെ കുറേ സ്ഥലമുണ്ട്. വെള്ളത്തിലെ വേസ്റ്റൊക്കെ പോയി കിടന്നത് അതിനകത്ത് ഒച്ചുകളെ ഇതെല്ലാം വന്ന് കയറി ഒച്ചുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രദേശത്തെ ഒരു പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അതായത് മഴ പെയ്യുന്നതോ മഴ പെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ദുരിതപൂർണമായത്. ഇപ്പോൾ ആ ആളുകൾ ഇപ്പോൾ ഈ ഇന്നലെ ഈ കുട്ടവഞ്ചിയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ടും ഒക്കെ ഇറക്കി ആളുകളെ രക്ഷിച്ച ഒരു പ്രധാന മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഇന്നലെ ഈ തൊട്ട് പിന്നിൽ ആറുണ്ട്. ആറ്റിൽ നിന്ന് വെള്ളം കയറി. ഇന്നലെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിലെ വീടാണ് കാണുന്ന വീട് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു ആളുകൾ. അവിടെ നിന്നാണ് ആളുകളെ ഡിങ്കി ബോട്ടിലെത്തി രക്ഷിച്ചുകൊണ്ട് ഫയർഫോഴ്സ് പുറത്തേക്ക് വന്നത്. ഈ കാണുന്ന ഒരു വീട്ടിലൂണ് കടയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടും ഒക്കെ നടത്തുന്ന ഒരു കടയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. രാവിലെ ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ 7:30 മാത്രമാണ് ആയിരിക്കുന്നത്. ആ 7:30-ക്കുള്ളിൽ തന്നെ മൊത്തം കടയും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവരെ എത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. സാധനങ്ങളെല്ലാം മാറ്റി ഈ കാണുന്നോട്ട് സാധനങ്ങളെല്ലാം പുറത്തിറക്കി കഴുകി വൃത്തിയാക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇവർക്ക് എത്തേണ്ടി വരുന്നു. അതാണ് പ്രധാനമായിട്ടും ഈ മഴയെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. 24 മണിക്കൂറിനുള്ളിലാണ് ഇതെല്ലാം നടന്നത്. 24 മണിക്കൂറിനുള്ളിൽ വടശ്ശേരിക്കരയിൽ ഏകദേശം 361 മില്ലിമീറ്റർ മഴ പെയ്യുന്നു. അതിനോടൊപ്പം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. ഈ കടയിലെ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, രാവിലെ 7:30 ആയപ്പോഴത്തേന് ക്ലീനിങ് നടത്തി തീർക്കേണ്ട വന്നല്ലേ? തീർന്നിട്ട് വേണം. അത് പിന്നെ കഴുകാനുണ്ട്. ഇതിനകത്ത് പാത്രങ്ങളൊക്കെ ആദ്യം ക്ലീൻ ചെയ്യും, പിന്നീട് മെഷീൻ കൊണ്ടുവന്നിട്ട് കടയെല്ലാം അടിച്ച് കഴുകും. ഈ എന്തോരം നാശനഷ്ടമുണ്ട്? എല്ലാം കൂടി ടോട്ടൽ 1 ലക്ഷം രൂപ. അതായത് ഇന്നലെ ഈ വെള്ളം കയറി വന്ന സമയത്ത് നമുക്ക് സാധനങ്ങൾ എടുത്തു മാറ്റാൻ സാധിച്ചു? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. ട്രോമേശ പോയി, പിന്നെ മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് ആളുകൾക്ക് ഊണ് കൊടുക്കണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം.
വലിയ ദുരിതമാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ ഇവിടെ? ഇല്ല, അങ്ങനെ 2018 കഴിഞ്ഞതിന് ശേഷം വലുതാ. 2018 ഒരു സമാനമായി 2018 സമാനം. പിന്നെ അതിനു ശേഷം വന്നിട്ടുള്ളതൊന്നും ഇതിനകത്ത് കയറിയിട്ടില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 2018 ഇതിനു മുമ്പ് റാന്നി ഇതേപോലൊരു വലിയ വെള്ളപ്പൊക്കത്തിനെ അഭിമുഖീകരിച്ചത്. അന്ന് ഈ പറഞ്ഞ കൂട്ട് തന്നെ കനത്ത മഴ പെയ്യുന്നു, അതിനോടൊപ്പം വെള്ളം ഇരമ്പിയെത്തുന്നു. അതുപോലൊരു സമാന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായത്. അതായത് വടശ്ശേരിക്കരയിൽ ഏകദേശം 361 മില്ലിമീറ്റർ മഴ ഒറ്റ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നു. അതിനെ തുടർന്ന് വലിയ തോതിൽ അതിനെ തുടർന്നും അതുപോലെ തന്നെ ഈ 3 മേഖലകളിൽ ഉരുളുപൊട്ടുന്നു. ഈ 3 കാര്യങ്ങളെ തുടർന്നാണ് വലിയ തോതിൽ വെള്ളം റാന്നി പ്രദേശത്തേക്ക് ഇരമ്പിയെത്തിയത്. ഇനി ഞാൻ ഇന്നലെ നമ്മൾ മാധ്യമപ്രവർത്തകർ പ്രധാനമായിട്ടും ലൈവ് കൊടുത്ത സ്ഥലം കാണിക്കാം. കാരണം ഇന്നലെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. ഇന്നലെ നമ്മൾ ലൈവ് കൊടുത്ത സ്ഥലമാണ് ഈ ഇവിടെ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന് ഇത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. ഈ സംസ്ഥാന പാതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ലൈവ് കൊടുക്കുന്നത്. ഇന്നലെ ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ പോലീസ് കെട്ടിയടച്ച ബാരിക്കേഡുകളൊക്കെയാണിത്. ഈ ഈ മേൽപ്പാലത്തിന് ഇപ്പുറത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ട് മൊത്തം വെള്ളമായിരുന്നു. അതായത് ഏകദേശം ഒരാൾ പൊക്കത്തിൽ വെള്ളമായിരുന്നു. ആ വെള്ളമൊക്കെ ഇപ്പം പൂർണ്ണമായിട്ടും ശമിച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ദുരിതം തന്നെയാണ് ആളുകളെ സംബന്ധിച്ചെടുത്ത്. ഇപ്പോൾ വീണ്ടും ഇതിപ്പോൾ നിതിൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ പ്രദേശത്തൊന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു, അത്രത്തോളം വെള്ളമായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് മാറി നിന്നു, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൽ അത്രത്തോളം പല പ്രദേശങ്ങളിലും ആശ്വസിക്കാനുള്ള വകയില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിതിൻ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ വെള്ളം അങ്ങോട്ട് ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ആ വീടിന്റെ മുന്നിൽ നിന്നപ്പോൾ ആ ചേട്ടനടുത്ത് കറക്റ്റ് മൈക്ക് കൊടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഗേറ്റിന്റെയൊക്കെ മുന്നിൽ ആകെ ഇങ്ങനെ വേസ്റ്റ് വന്ന് കുന്നുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ എല്ലാവരും ഓരോ ഇടങ്ങളിൽ തന്നെയാണ് ഇനി ക്ലീനിങ് പ്രവർത്തനങ്ങൾ അവരെ സംബന്ധിച്ച് എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളൊക്കെയാണ് ഈ വെള്ളം കയറി. ഇപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈ കടകളിലൊക്കെ ആണെങ്കിലും ഉള്ള ദുരിതമാണ് നമ്മളിപ്പോൾ ഓരോ ഇടങ്ങളിലും കാണുന്നത്. അതാണ് അവിടെയുള്ള മനുഷ്യർ ഓരോരുത്തരും പറഞ്ഞത്.